ആലപ്പുഴയിലെ CPM സമ്മേളനങ്ങളിൽ ജി സുധാകരനെ ഒഴിവാക്കിയതിൽ ജില്ലാ സെക്രട്ടറിയോട് വിശദീകരണം തേടി സംസ്ഥാന നേതൃത്വം. മുതിർന്ന നേതാക്കളോടുള്ള സമീപനത്തിൽ ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം. ജി സുധാകരനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണെന്ന ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ നേതൃത്വം ശാസിച്ചു. മനീഷ് മഹിപാലുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. മനീഷ്, ജി സുധാകരൻ പൂർണ്ണമായും തഴയപ്പെട്ടു. ഏരിയ സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിന് ക്ഷണമുണ്ടായില്ല. തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം വന്ന് സന്ദർശിക്കുന്നു. സൗഹൃദ സന്ദർശനം എന്ന് പറയുമ്പോഴും അതിന് ചില രാഷ്ട്രീയ മാനങ്ങൾ വരുന്നു. അതിന് B ഗോപാലകൃഷ്ണൻ സന്ദർശിക്കുന്നു. പകുതി മനസ്സ് BJP-യിലാണ് ജി സുധാകരൻ്റെതെന്ന് പറയുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണമല്ലോ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലുകളെ കാണാൻ. ഏത് തരത്തിലുള്ള ശാസനയാണ് സംസ്ഥാന നേതൃത്വം ഈ കാര്യത്തിൽ നൽകിയിരിക്കുന്നത്? ഗോപികൃഷ്ണൻ, ഈ സമ്മേളന കാലത്ത് സുധാകരനെ ചൊല്ലിയുള്ള വിവാദം പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കി എന്നുള്ള വലിയ ഒരു വിലയിരുത്തൽ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുൻ മന്ത്രിയും മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ജി സുധാകരനുമായി തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബന്ധപ്പെട്ടിരിക്കുന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ആലപ്പുഴ CPM-ന്റെ ജില്ലാ സെക്രട്ടറി R നാസർ നടത്തിയ പ്രതികരണം പക്വതയോട് കൂടിയതല്ല, അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണമല്ല എന്ന വിലയിരുത്തലുണ്ട്. സുധാകരനെ കഴിഞ്ഞ ഈ സമ്മേളന കാലത്ത് 14 ഏരിയ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ 10 ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയായി. പക്ഷേ ഒരു ലോക്കൽ സമ്മേളനത്തിൽ പോലും അദ്ദേഹത്തെ അതിന്റെ ഭാഗമാക്കുന്നതിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നതിലുള്ള വലിയ ചർച്ച ഉണ്ടായിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് പാർട്ടി ജില്ലാ സെക്രട്ടറി നൽകിയിട്ടുള്ള മറുപടി, എന്തുകൊണ്ട് ജി സുധാകരനെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നില്ല എന്നതിന്റെ മറുപടിയായി ജില്ലാ സെക്രട്ടറി ഔദ്യോഗികമായി പറഞ്ഞ മറുപടി അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് എന്ന കാര്യവും, ഒപ്പം തന്നെ അദ്ദേഹം സാധാരണ അംഗം എന്നുള്ള ഒരു പരാമർശം നടത്തി. അങ്ങനെയുള്ള പരാമർശം ഒരിക്കലും പാടില്ല. സാധാരണ അംഗം എന്നുള്ളൊരു പരാമർശം പാടില്ല. മാനദണ്ഡ പ്രകാരം സ്ഥാനമൊഴിഞ്ഞ ആളാണ് ജി സുധാകരൻ. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് സ്വയമേ ഒഴിഞ്ഞ ആളാണ് ജി സുധാകരൻ. അങ്ങനെ മുതിർന്ന നേതാക്കളെ ജാഗ്രതയോടുകൂടി വേണം കാണാൻ. അവർക്ക് അർഹിക്കുന്ന അംഗീകാരം നൽകണം. രക്തസാക്ഷി കുടുംബങ്ങളെ കരുതലോടെ കാണണം. ജി സുധാകരൻ്റേത് രക്തസാക്ഷി കുടുംബമാണ്. ഈ സമ്മേളന കാലത്ത് മറ്റുള്ള പ്രതിപക്ഷത്തിന് അടിക്കാനുള്ള കോല് സമ്മേളന കാലത്ത് പാർട്ടി പ്രവർത്തകർ തന്നെ ഇട്ടുകൊടുക്കരുത്. അമ്പലപ്പുഴ CPM-ന്റെ ഏരിയ സമ്മേളനത്തിൽ നിന്ന് ജി സുധാകരൻ എന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടു? അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ പോലും ദൂരമില്ലാത്ത സമ്മേളന നഗരയിൽ അദ്ദേഹത്തെ പൊതുസമ്മേളനത്തിന്റെ ഭാഗമാക്കാമായിരുന്നു. എന്തുകൊണ്ട് അമ്പലപ്പുഴ, ആലപ്പുഴ തുടങ്ങിയിട്ടുള്ള ഏരിയ സമ്മേളനങ്ങളിൽ അദ്ദേഹത്തെ ടെലിഫോണിലെങ്കിലും അദ്ദേഹമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം അറിയാമായിരുന്നു. അതിന്റെ ഭാഗമാക്കിയിട്ടും മനീഷ്, ജി സുധാകരനുമായി താങ്കൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ? അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുക്കാൻ നമുക്ക് പറ്റിയോ? അല്ലെങ്കിൽ ഫോണിലെങ്കിലും ആരാഞ്ഞോ? SKN ജി സുധാകരനുമായി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ നേരിട്ട് സംസാരിച്ചു. ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള അതൃപ്തിയുമില്ല. പാർട്ടി പരിപാടികളിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാത്തതിൽ യാതൊരുവിധ അതൃപ്തിയുമില്ല. പക്ഷേ അദ്ദേഹത്തിനെതിരെ മാധ്യമങ്ങളടക്കം കൊടുക്കുന്ന വാർത്തയിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട്. മാധ്യമങ്ങളോടും പ്രതിപക്ഷത്തോടുമാണ് അദ്ദേഹത്തിന് അതൃപ്തിയുള്ളത്. പ്രത്യേകിച്ചും ഗോപാലകൃഷ്ണൻ അല്ലെങ്കിൽ നിലവിൽ LDF-ലേക്ക് CPM-ലേക്ക് വന്ന KV തോമസ് അടക്കമുള്ള ആളുകൾ നടത്തുന്ന പ്രതികരണത്തോട് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ട്. KC വേണുഗോപാൽ വന്നതിനെ ചൂണ്ടയിടാൻ വേണ്ടിയാണ് KC വേണുഗോപാൽ വന്നത് നടക്കുള്ള KV തോമസിന്റെ പരാമർശത്തോട് അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. പാർട്ടി അത്തരം പരാമർശങ്ങൾ നടത്തുന്ന ആളുകളെ നിലയ്ക്ക് നിർത്തണമെന്ന അഭിപ്രായം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഈ ഇത്തരം സ്ഥാനമാനങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്നത് സ്വയമേയാണ്. അത് ആ രീതിയിൽ അദ്ദേഹത്തെ പരിഗണിക്കുമെന്നുള്ള ആവശ്യം അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന പല ആളുകൾക്കുമുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള കാര്യം പ്രാദേശികമായ പാർട്ടി പ്രവർത്തകർ പോലും നടത്താത്തതിൽ ഗൂഢാലോചനയുണ്ടെന്നുള്ള സംശയമുണ്ട്. കാരണം കഴിഞ്ഞ സമ്മേളന കാലം 2 കൊല്ലം മുമ്പായിരുന്നു അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കെ അദ്ദേഹം 10-15 സമ്മേളനങ്ങൾ, ഏരിയ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ ഒരു ഉന്നതനായ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ഈ കഴിഞ്ഞ സമ്മേളന കാലത്ത് ഒരു ലോക്കൽ സമ്മേളനത്തിലോ അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള ലോക്കൽ സമ്മേളനത്തിന് പോലും പൊതുസമ്മേളനത്തിന്റെ ഭാഗമാക്കുന്നില്ല എന്നിരിക്കെയാണ് ജില്ലാ സെക്രട്ടറി അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തുകയും പിന്നീട് അത് ആയുധമാക്കിക്കൊണ്ട് പ്രതിപക്ഷത്തെ പല ആളുകളും അദ്ദേഹത്തെ നേരിട്ട് വീട്ടിൽ കാണാൻ എത്തുന്നതും അവർ തന്നെ അത് മാധ്യമ വാർത്തയാക്കുന്നു. എന്തായാലും ഇതിലാണ് മുതിർന്ന നേതാക്കളെ പരിഗണിക്കുന്ന വിഷയത്തിലാണ് പുതിയ മാനദണ്ഡവുമായി സംസ്ഥാന നേതൃത്വം എത്തുന്നത്. ഓക്കെ, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ജി സുധാകരന് പാർട്ടിയോട് അതൃപ്തിയില്ല, പ്രതിപക്ഷത്തോടും മാധ്യമങ്ങളോടും മാത്രമേ അതൃപ്തിയുള്ളൂ എന്നുകൂടി മനീഷ് മഹിപാൽ പറഞ്ഞു വയ്ക്കുന്നു.